ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. റാന്നി കോടതി ഉണ്ണികൃഷ്ണനെ SIT കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 30 വരെയാണ് കസ്റ്റഡി. പോറ്റിയുമായി ബംഗളൂരു ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. തന്നെ കുടുക്കിയെന്നും കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആയിരുന്നു കോടതിയിൽ നിന്ന് പുറത്തിറങ്ങവേ മാധ്യമങ്ങളോടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. കോടതി പരിസരത്ത് അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ചെരുപ്പേറുണ്ടായി. സാരംഗ് സുധാകരനും ശശിനാരായണനും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം സാരംഗിലേക്ക് പോവുകയാണ്. സാരംഗ്, സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ ആദ്യ അറസ്റ്റാണ് നടന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാം വമ്പന്മാരിലേക്കെല്ലാം എത്തേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലൂടെയാണ്. ഇനി നടക്കാൻ പോകുന്ന നിർണായകമായ തെളിവ് ശേഖരണത്തിലൂടെയാണ്. SITക്ക് 13 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അനുവദിച്ചിട്ടുള്ളത് കോടതി. ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ നീക്കങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും? തീർച്ചയായും ആര്യ, ഇനി സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ടും മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും കൂടുതൽ കടക്കുക. കാരണം ഈ സ്വർണം എങ്ങോട്ടേക്ക് കൊണ്ടുപോയി, മറ്റ് പല സംസ്ഥാനങ്ങളിലേക്ക് അടക്കം ഇത്തരത്തിൽ സ്വർണം കൊണ്ടുപോയി വലിയ തരത്തിലുള്ള വലിയൊരു തട്ടിപ്പ് നടന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല. ഈ ഒരു ജീവനക്കാരുടെയും മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരുടെയും പിന്തുണയില്ലാതെ ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ് നടത്താൻ സാധിക്കില്ല. സ്മാർട്ട് ക്രിയേഷനുമായി ചേർന്നാണ് ഈ സംഭവം നടന്നതെങ്കിലും ഇത് ശബരിമല പോലെയുള്ള ഒരു തന്ത്രപ്രധാനമായ ഒരു ക്ഷേത്രത്തിൽ നിന്നും ഇത്രയും വലിയൊരു സ്വർണ്ണത്തിൽ ക്രമക്കേട് കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു കൊള്ളയാണ്. അതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, അതായത് ഇതെല്ലാം ഇപ്പോൾ നിലവിലുള്ളത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു സാവകാശം കൂടിയാണ് ഈ ഒരു 13 ദിവസത്തെ ഈ ഒരു റിമാൻഡ് കാലാവധിയിലൂടെ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം തേടുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഈ ഒരു ബാംഗ്ലൂർ സ്വദേശിക്കടക്കം ഈ ഒരു സ്വർണം കൈമാറി സ്മാർട്ട് ക്രിയേഷൻ ഉടമയും പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള പറഞ്ഞ ഈ ഒരു മൊഴികളുടെ വൈരുദ്ധ്യം എടുത്തു കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ക്രമക്കേട് അത് വിജയ് മല്യ ഈ സ്വർണം പൂശിയ തൊട്ട് 2019 വരെയും 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു സ്വർണം കൊണ്ടുപോയി അതിനുശേഷം ഈ വർഷം വരെയുള്ള കാലയളവിലെ എല്ലാ രേഖകളിലെയും കാര്യങ്ങൾ പരിശോധിക്കണം. അതിൽ എത്രത്തോളം പൊരുത്തക്കേടുകളുണ്ട്, ഈ ഒരു 2019മായി ബന്ധപ്പെട്ട് മാത്രമാണോ ഇപ്പോൾ ഈ ഒരു ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത്, ഇതിനു മുൻപ് ഈ ഒരു ശബരിമലയിലെ മറ്റ് അമൂല്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ടും ഇതേപോലെയുള്ള മറ്റ് സ്വർണം പൂശുകളുമായി ബന്ധപ്പെട്ടുമെല്ലാം മറ്റ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന വളരെ വിശദമായ ഒരു അന്വേഷണത്തിന് ആണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം തുടക്കമിട്ടത്. കഴിഞ്ഞ ദിവസം 11 മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിനു ശേഷം അർദ്ധരാത്രി പുലർച്ചയോടുകൂടിയാണ് 4 മണിയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ആ സമയത്ത് തന്നെ നിർണായക വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് കൈമാറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജീവനക്കാർക്കടക്കം ഈ സ്വർണം വീതിച്ച് നൽകി, ഇത് വളരെ വലിയ ഒരു ശൃംഖലയാണ് ഇതിന്റെ പിന്നിൽ എന്നടക്കമുള്ള മൊഴികൾ നൽകി എന്നൊരു സൂചന നമുക്ക് ലഭിച്ചിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെളിവെടുപ്പും കൂടുതൽ അറസ്റ്റുകളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്മാർട്ട് ക്രിയേഷനും ദേവസ്വം ബോർഡും എല്ലാം ബന്ധിപ്പിച്ച് കിടക്കുന്ന പല കാര്യങ്ങളും എല്ലാം ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട്. ദേവസ്വം ബോർഡിൽ തന്നെ 3 ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരെയും ചോദ്യം ചെയ്യും. മാത്രമല്ല അന്ന് ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിരുന്നവരും ഒപ്പം അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരെയും ഈ ഒരു നിരീക്ഷണത്തിലാണ്. ഇത്തരത്തിൽ ആ സമയത്ത് അടക്കമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ഒരു സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ മുൻ രേഖകളും അടക്കം പരിശോധന ശേഷമായിരിക്കും തെളിവ് ശേഖരണത്തിലേക്ക് അടക്കം കടക്കുക. ആര്യ, തീർച്ചയായും സാരംഗാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. സാരംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകൾ, അദ്ദേഹം പറയുന്ന പേരുകൾ ഒക്കെ ആയിരിക്കും ഇനി ഈ കേസ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഏറെ നിർണായകമാകാൻ പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശശിനാരായണൻ, വലിയ പ്രതിഷേധം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ റാന്നി കോടതിയിലേക്ക് എത്തിച്ചപ്പോൾ ഉണ്ടായി. അത് പ്രതീക്ഷിച്ചതാണ്. അത്തരത്തിൽ വലിയ സുരക്ഷാ വലയമൊക്കെ പോലീസ് അത് കാലേ കൂട്ടി തന്നെ കണ്ടുകൊണ്ട് ഒരുക്കുകയും ചെയ്തിരുന്നു. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നോ അതോ മറ്റേതെങ്കിലും സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നതായിരുന്നോ? എന്തായിരുന്നു സംഭവം?
ആര്യ, കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അത് ഒക്ടോബർ 30 വരെയാണ്. അതായത് 14 ദിവസത്തേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി വിട്ടുള്ളത്. ആ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് BJPയുടെ അയിരൂർ മണ്ഡലം പ്രസിഡന്റ് സിനു ചെരുപ്പ് കൊണ്ട് എറിഞ്ഞത്. എന്തായാലും പോലീസ് സ്ഥലത്തുണ്ടായ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാനും ഒക്കെ കോടതി പരിസരത്ത് ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. ആ ഇടയ്ക്ക് നിന്നാണ് ഈ ചെരുപ്പ് എറിഞ്ഞത്. എന്തായാലും പോലീസ് ആ കാര്യത്തിൽ സിനുവിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലകളുടെ സ്വർണം പൂശിയതും ഒപ്പം സ്ത്രീകളുടെ കട്ടളപ്പാളി സ്വർണ്ണം പൂശിയുമായി ബന്ധപ്പെട്ട് സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു ആൾക്കാർക്ക് വേണ്ടി വീതിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പങ്കുവച്ചായിട്ടുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. എന്തായാലും കസ്റ്റഡി കാലാവധിയിൽ ഇതെല്ലാം അന്വേഷണത്തിന്റെ വിധേയമാക്കുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം. അതനുസരിച്ചുള്ള നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് കൂടുതൽ ദിവസം, അതായത് 14 ദിവസത്തേക്ക് കസ്റ്റഡി കാലാവധി ആവശ്യപ്പെടുകയും അത് അനുവദിക്കുകയും കോടതി ചെയ്തു. 6 ആഴ്ച കാലമാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ അന്വേഷണ സംഘത്തിന് അനുവദിച്ചിട്ടുണ്ട്. അതിൽ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി കിട്ടിയതിനു ശേഷം ഈ സ്മാർട്ട് ക്രിയേഷനിലാണ് ഈ സ്വർണം വേർതിരിച്ച് എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ഹൈദരാബാദിലേക്ക് സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. ഒപ്പം ഈ ബാംഗ്ലൂരും ഈ സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇവിടെ എല്ലാം എത്തിച്ച് തെളിവെടുപ്പിക്കേണ്ടി വരും. ആരൊക്കെ ഈ സ്വർണം കൈവശപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പണമായി ഇവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്ന കാര്യങ്ങളെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു വിവരങ്ങൾ കസ്റ്റഡി കിട്ടിയെങ്കിൽ മാത്രമേ ചോദ്യം ചെയ്യലിലൂടെ കൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പോലീസിന് അന്വേഷണ സംഘത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ ദിവസം ആവശ്യപ്പെടുകയും അത് കോടതി അനുവദിക്കുകയും ചെയ്തു. എന്നാലും രാവിലെ ഈ വലിയ രാവിലത്തെ കോടതി ആരംഭിച്ച സമയമുള്ള അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ നടപടികളെല്ലാം നടന്നത്. പ്രധാനമായും പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനും വാദിഭാഗത്തിന്റെ അഭിഭാഷകനും ഒപ്പം കോടതി ഉദ്യോഗസ്ഥനും അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനും മാത്രമാണ് കോടതിയിൽ ഉണ്ടായിരുന്നത്. വളരെ ഗൗരവകരമായ കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘം കോടതിയിൽ അവതരിപ്പിച്ചത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ, അതായത് സ്വർണം 2 കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള വിജിലൻസ് കൃത്യമായി വിജിലൻസ് റിപ്പോർട്ടുള്ളത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അത് എങ്ങനെ ഈ സ്വർണം എവിടെ പോയി എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയുന്നത്. 394 ഗ്രാം സ്വർണം മാത്രമാണ് ഈ കട്ടളപ്പാളിയിൽ പൂശാനായി എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുണ്ട്. അത് ആർക്കൊക്കെ കൊടുത്തു? ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കാണോ കൊടുത്തിട്ടുള്ളത്? അതായത് ദേവസ്വം ബോർഡിന്റെ മറ്റ് അവർ നിർദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വല്ലതും കൊടുത്തിട്ടുണ്ടോ? അതല്ല ഇനി ബോർഡിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തട്ടിപ്പ് നടത്തി? ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായൊരു അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കസ്റ്റഡി കാലാവധി 14 ദിവസത്തേക്ക് ആവശ്യപ്പെട്ടത്. നമ്മൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, 2 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് ഈ കട്ടളപ്പാളിയിൽ സ്വർണം പൂശിയ കേസും 2 ദ്വാരപാലകരെ സ്വർണം പൂശിയ കേസുമാണ്. ആ പാളികൾ സ്വർണം പൂശിയ കേസുമാണ്. ഇത് രണ്ടും ആണ് രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് കട്ടളപ്പാളിയിൽ സ്വർണം പൂശിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുകയും കസ്റ്റഡി വാങ്ങുകയും ചെയ്തിട്ടുള്ളത്. രണ്ടാമത് ഇനി ദ്വാരപാലകരെ സ്വർണം പൂശിയ കേസ് കൂടി ഇനി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി അതിന്റെ ഒരു കാലാവധി ഈ കസ്റ്റഡി കാലാവധി കഴിഞ്ഞുകൊണ്ട് അതുകൂടി പരിഗണിക്കും. അപ്പോൾ കൂടുതൽ സമയം അന്വേഷണ സംഘത്തിന് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈകിട്ടുമ്പോൾ വ്യക്തമായി ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനും സമയം കിട്ടും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും അത്തരത്തിലാണ് SIT കാര്യം കോടതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തിട്ടുണ്ട്. അത് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതാണ്, അത് വേർതിരിച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം സ്മാർട്ട് ക്രിയേഷനിൽ വെച്ചാണ്, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ചാണ് ഈ സ്വർണം വേർതിരിച്ചെടുത്ത് മാറ്റിയിട്ടുള്ളത്. അത് ആർക്കാണ് കൊടുത്തിട്ട്? കൽപേഷിനാണോ അതോ മറ്റ് അവർ ഇദ്ദേഹത്തിന്റെ സുഹൃത്താണ് കൽപേഷ്. ഒപ്പം അതുപോലെ സമാനമായ രീതിയിൽ ആരെങ്കിലും നിർദ്ദേശിക്കുന്നവർ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിക്കണം. ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി വരേണ്ടി വരും. എന്തായാലും ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ള നിഗമനം അന്വേഷണ സംഘത്തിനുണ്ട്. അതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുപോകണം. ഒപ്പം ബാംഗ്ലൂർ, ചെന്നൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ഈ സംഭവം നടന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി ഇതെല്ലാം തെളിവെടുക്കേണ്ടി വരും. അതിനു വേണ്ടിയാണ് ഈ 14 ദിവസം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് 10 മിനിറ്റ് സമയം കോടതി അനുവദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അഭിഭാഷകരോട് സംസാരിക്കാൻ വേണ്ടി 10 മിനിറ്റ് അവസരം ഒരുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കോടതിക്ക് വെളിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് കൊണ്ടത്. ആ സമയത്താണ് BJPയുടെ അയിരൂർ മണ്ഡലം പ്രസിഡന്റ് സിനു ചെരുപ്പ് എറിഞ്ഞത്. എന്തായാലും വിശദമായ അന്വേഷണം വരും ദിവസങ്ങളിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തെന്നുള്ള കാര്യം വ്യക്തമാകേണ്ടിയിരിക്കുന്നു. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റ പ്രതികരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് മാത്രമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ ഉന്നതരിലേക്ക് പോകാൻ, ഉന്നതരിൽ ഉൾപ്പെടാം, അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഉണ്ടാകാം, അതിനു മേലിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരേണ്ടിയിരിക്കുന്നു. കൽപേഷ്, ഗോവർദ്ധൻ എന്നിവർ
ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളാണ്. ഇവർ മുഖേനയാണ് സ്വർണം പല സ്ഥലങ്ങളിൽ സ്വർണ്ണപ്പാളി സ്വർണ്ണം പൂശുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത്. ഇവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. എന്തായാലും SP ശശിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൃത്യമായ കാര്യങ്ങളാണ് കോടതിയിൽ അവർക്ക് അവതരിപ്പിക്കാനുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായി കോടതിയിൽ അവതരിച്ചിട്ടുള്ളത്. ശശിനാരായണാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.